അസ്സലാമലൈക്കും. എന്തൊക്കെ മക്കളെല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയോ, രാവിലത്തെ ഉച്ചക്കത്തൊക്കെ എൻ്റെ നാച്ചുറോപ്പതിക്ക് കഴിഞ്ഞ് വന്നിട്ടുള്ള ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ഭക്ഷണം ഇട്ടത്, പിന്നെ കുറച്ച് കക്കരിക്കുണ്ട്, ഈത്തപ്പഴമുണ്ട്, ബദാം പരിപ്പുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. എല്ലാ ദിവസവും ഞാൻ ഇത്രയൊക്കെ തിന്നലില്ല കേട്ടോ, വെറും വെള്ളമൊക്കെ കുടിച്ചലാണ്. ഇപ്പോൾ ഒരു ഹെർബൽ ജ്യൂസ് ഉണ്ടാക്കും ഇന്ന് രാവിലെ. അതിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല, അതിന് കുമ്പളങ്ങ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും തിന്നത് അതുകൊണ്ടാണ്, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ജ്യൂസും വെറും വെള്ളമൊക്കെ കുടിച്ചലാണ്. ഇനി ഉച്ചക്കിന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങ അവിടെ ഉരി വെച്ചിരിക്കണ്. പിന്നെ കുറച്ച് ക്യാരറ്റും നേന്ത്രക്കായും ബീറ്റ്റൂട്ടൊക്കെ ഉണ്ട്. അത് ഉരുളൻകിഴങ്ങും അതൊക്കെ കൂടി നുറുക്കി വെച്ചിരിക്കണം കേട്ടോ. ഇനി പിന്നെ ഒരു ചമ്മന്തി അരക്കണം. അപ്പോൾ അതിന് തേങ്ങയും പച്ചമുളകും പുതിനയിലയും വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് അതൊന്ന് അരക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് മാങ്ങഞ്ചി കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അയൽവക്കത്തേക്ക്. അപ്പോൾ അവിടുന്ന് ഉളയ്ക്കുന്നൊരു കഷ്ണം മാങ്ങഞ്ചിയും പറിച്ച് കൊടുന്നു. അപ്പോൾ അവിടെ ആടുണ്ട് കേട്ടോ, ആടുകളുണ്ട്. അപ്പോൾ ആടുകളൊന്ന് എടുത്തതാണ് വീഡിയോ. അപ്പം ഇനി മാങ്ങഞ്ചിയും കൂടി കൂട്ടിയിട്ട് ഈ ചമ്മന്തി അരച്ചെടുക്കാം. നല്ല ടേസ്റ്റുള്ള ചമ്മന്തി കേട്ടോ. ഇനി ഇതിക്ക് പുളിക്ക് നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പുളിങ്ങ പറ്റില്ല, നാച്ചുറോപ്പതിയാണ്, പുളിങ്ങ പറ്റില്ല, അതേപോലെ സുർക്ക പറ്റില്ല. അപ്പോൾ പിന്നെ നാരങ്ങ പറ്റും. അപ്പോൾ അതിൻ്റെ നീരും ഒഴിച്ചു കൊടുത്തിരിക്കണ് പുളിക്ക് വേണ്ടിയിട്ട്. ഇനി ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഉപ്പേരിക്ക് ചട്ടി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണ്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കണ്. അതിൽ പിന്നെ കറിവേപ്പിൻ്റെ ഇല എടുത്തുകൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. അവിടെ ഒരു ചെറിയ തൈ ഉണ്ടായിമെന്ന് എടുത്തോണ്ട് നിൽക്കണത്. എന്നിട്ട് ഇത് കടുക് പൊട്ടിച്ച് അതിക്ക് പച്ചമുളക് കുരുവൊക്കെ കളഞ്ഞ് മുറിച്ച് വെച്ചിരിക്കണത് അത് ഇട്ടുകൊടുത്തു. കറിവേപ്പിൻ്റെ ഇല ഇട്ടുകൊടുത്തു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇനി മൂപ്പിച്ചെടുക്കണം. ഉള്ളിയൊക്കെ മൂത്തിട്ട് പിന്നെ നമ്മൾ നുറുക്കി വെച്ച കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. മൺചട്ടിയല്ലേ, പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റി കരിഞ്ഞു പോവും. അപ്പം ഞാൻ വെള്ളമില്ലാതെ ആവിക്ക് വേവിച്ചാൽ നിന്നാൽ ചിലപ്പോൾ ചട്ടി കരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിക്കണ്. പിന്നെ എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ എനിക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. തേങ്ങ ഒന്നങ്ങോട്ട് ചതച്ചിട്ട് നമ്മൾ ഉള്ളിയൊക്കെ ചതക്കണ ചെറിയ ഉരലുണ്ടല്ലോ, അതിലിട്ടിട്ട് ഒന്നങ്ങോട്ട് ചതച്ചെടുത്തിക്കുകയാണ്. എന്നിട്ട് ആ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഉപ്പേരിക്കണ വന്നിട്ട് നമുക്ക് മുരിങ്ങാച്ചാർ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് തേങ്ങയും ചെറുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ എനിക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ നമുക്കിപ്പോൾ മുളകും പൊടി പറ്റില്ല, അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അരച്ചെടുക്കുക. പിന്നെ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പുളിങ്ങ ഇടും. നല്ല കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് പുളിങ്ങ ഇടും. അപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങ നീരാണ് ഒഴിച്ചിരിക്കണത്. അങ്ങനെ ഇപ്പോൾ അത് അരച്ചെടുത്തിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു മൺചട്ടി തന്നെ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും അതിൽ ഇട്ട് കൊടുത്തുക്കണു. പച്ചമുളകും കീറിയത് ഇട്ട് കൊടുത്തുക്കണു, കുരുവൊക്കെ കളഞ്ഞിട്ട്. നമുക്ക് എരി കൂടുതൽ പറ്റില്ല, അതുകൊണ്ടാണ് കുരു ഒഴിവാക്കണത് കേട്ടോ. എരിവ് പറ്റില്ല, മുളകും പൊടി പറ്റില്ല, അങ്ങനെ. അപ്പോൾ അതൊന്ന് മൂത്തിട്ട് നമ്മൾ മുരിങ്ങയ്ക്കാണ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ഒന്നിങ്ങോട്ട് ആ എണ്ണയിൽ വാട്ടിയെടുക്കുക. മുരിങ്ങേൻ്റെ ഇല നല്ലോണം വേവിച്ചൊന്നും വേണ്ട. പിന്നെ മുരിങ്ങേൻ്റെ ഇല നല്ലോണം വേവിച്ചിരുന്നാൽ ഒരു കയ്പ്പല്ലേ വരിക. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് വാടിയിട്ട് പിന്നെ നമ്മൾ അരച്ച തേങ്ങയ്ക്കാണ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചെടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഈ കറി. അപ്പോൾ ഞാനിതിക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിരുന്നു. വെളുത്തുള്ളി ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചുവ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ടേസ്റ്റ് കമ്മിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ട. പിന്നെ ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്, അതിട്ട് കൊടുത്താലും. അപ്പോൾ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് തിളച്ചിട്ട് പിന്നെ ഓഫാക്കി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ ചോറും റെഡി ആക്കണേ. പിന്നെ ഈ ഉപ്പേരി, മുരിങ്ങാക്കറി, ചമ്മന്തി ഇതൊക്കെ മതിയല്ലോ. ഇപ്പം മീൻകാരനൊന്നും വരലില്ല 2 ദിവസമായിട്ട്. അപ്പോൾ മീനൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ അജുമ്മൻ പറയുന്നുണ്ട് ഈ ചമ്മന്തിയൊക്കെ മതിയല്ലോ അമ്മ, വേറൊരു കൂട്ടാനും വേണ്ട എന്ന് പറയുന്നുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ?
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചോളിയും. പിന്നെ ഒന്ന് ഷെയർ ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളിയും. ഇൻഷാ അല്ലാഹ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരണ്ടേ.